ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. 2025 ഒക്ടോബർ 20 ദീപാവലി മഹോത്സവമാണ്. ഭാരതത്തിനകത്തും പുറത്തുമുള്ള ഭാരതീയർ ദീപപ്രോജ്വലനം ചെയ്തുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്നു. ഭാരതത്തിൽ മാത്രമല്ല, വിദേശത്ത് പോലും, പ്രത്യേകിച്ച് അമേരിക്ക ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ദീപാവലി കണക്കാക്കുന്നത്. രാവണനാകുന്ന അധർമ്മ സംസ്കാരത്തെ ഇല്ലാതാക്കി രാമനാകുന്ന ധർമ്മ സംസ്കാരത്തെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ആ രാമ സംസ്കൃതിയിലേക്ക് നമ്മളെ ഉണർത്തുന്ന, നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഉത്സവമാണ് ദീപാവലി. ഇന്ന് നമ്മുടെ ചുറ്റും രാവണ സംസ്കാരം പലരും കുത്തി നിറയ്ക്കാൻ നോക്കുന്നുണ്ട്. അതിനെ നാം ജാഗ്രതയോടെ കാണണം. രാമസംസ്കാരം എന്നത് നാം എല്ലാവരും അടിസ്ഥാനമായി ഒരേ ആത്മജ്യോതി ഉള്ളിലുള്ളവരാണ്. നമ്മുടെ ബാഹ്യമായ വൈവിധ്യങ്ങളെല്ലാം അതല്ല സത്യം. നമ്മുടെ ആന്തരിക സത്തയാണ് സത്യം. ആന്തരികമായി നാം ഒരേ ആത്മശക്തിയാണ്, ആത്മസ്വരൂപികളാണ്. അതുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും സഹകരിച്ചും എല്ലാവരും ഒന്നാണെന്ന ബോധത്തോടെ, ആരെയും വേർതിരിക്കാതെ, സ്ത്രീ പുരുഷ ഭേദങ്ങളെ മറികടന്നുകൊണ്ട്, ജാതീയമായ അതിർത്തികളെ മറികടന്നുകൊണ്ട്, എല്ലാ തരത്തിലുമുള്ള അതിർവരമ്പുകളെ മറികടന്നുകൊണ്ട് നാം ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ഭാരതത്തിൻ്റെ അത്യുജ്വലമായ ആത്മീയ സംസ്കാരം, ഈ വെളിച്ചമാണ് രാമസംസ്കാരം. അല്ലെങ്കിൽ ഈ വെളിച്ചമാണ് നമ്മൾ ദീപാവലി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ജ്വലിപ്പിക്കണം ധർമ്മജ്യോതി. നിങ്ങളുടെയൊക്കെ വീടുകളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാവരിലുമുള്ള ആത്മജ്യോതിയാണ് ധർമ്മജ്യോതി. ആത്മജ്യോതിയിലൂടെ മാത്രമേ നമുക്ക് ലോകത്തിലെങ്ങും ശാന്തിയും സമാധാനവും സ്നേഹവും സന്തോഷവും പകരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തെ മുഴുവൻ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അത്യുജ്വലമായ ആ ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ സംസ്കൃതിയിലേക്ക് നമുക്ക് വെളിച്ചം പകരാം. വീടുകളിൽ വെളിച്ചം കത്തിച്ചുകൊണ്ട് ലോകത്തിലെങ്ങും വെളിച്ചം പകരാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ ധർമ്മജ്യോതി പ്രകാശിപ്പിക്കാം. എല്ലാവർക്കും അനുഗ്രഹീതമായ ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മജ്യോതി ഉണർത്തുന്ന ദീപാവലി മഹോത്സവ ആശംസകൾ നേരുന്നു. പ്രണാമം.